സ്വാഗതം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു പുട്ടാണ്. അത് വെറും പുട്ടല്ല, ഒരു വെറൈറ്റി പുട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു പുട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഒരു ചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. പിന്നെ 2 തണ്ട് വേപ്പിലയും ഇട്ടെടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക. സവാള വഴന്നു വരുന്ന നേരം കൊണ്ട് നമുക്ക് പുട്ടിനുള്ള പൊടി നനയ്ക്കാം. നമ്മൾ സാധാരണ പുട്ടിനെ നനയ്ക്കണ പോലെ തന്നെയാണ് ചെമ്പാ പുട്ടുപൊടി നനച്ചെടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പൊക്കെ ചേർത്ത് നനച്ച് വെക്കുക. അതിനുശേഷം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായി വളർന്നു വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഈ മസാലകളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മസ്റ്റായിട്ടും ചെമ്മീൻ വേണം. അപ്പോൾ ആ ചെമ്മീൻ ആദ്യം തന്നെ അത് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് മസാല ഇട്ട് ഫ്രൈ ചെയ്തിരിക്കുന്നത്. മസാലകളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ചെമ്മീനും ഇട്ട് കൊടുക്കണം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് കൂട്ടി കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കേണ്ട. ആവശ്യമാണെങ്കിൽ പിന്നീട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സവാള വാട്ടുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. അതെല്ലാവർക്കും അറിയണത് തന്നെയാണ്, എന്നാലൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അവരൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ നമ്മളുടെ ചെമ്മീൻ പുട്ട്. നാളികേരം ചിരകണ ഒച്ച കേട്ടാൽ ഓടി വരും പൂച്ചക്കുട്ടി. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കിട്ടണം, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കും മുന്നിൽ. നാളികേരം കൂടെ ചേർത്ത് വരുമ്പോൾ ചെമ്മീൻ മസാല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് മാറും. ചമ്പാ റൈസ് അല്ലെങ്കിൽ ബ്രൗൺ റൈസ്, ആ റൈസ് വെച്ചിട്ടുള്ളൊരു പുട്ടുപൊടി കൊണ്ടാണ് നമ്മളിന്ന് പുട്ടുണ്ടാക്കുന്നത്. ചമ്പാ റൈസ് ഒരുപാട് ഗുണങ്ങളുള്ളൊരു റൈസാണ്. അതിൽ അയൺ കണ്ടൻറ്റൊക്കെ ഭയങ്കര കൂടുതലാണ്. പിന്നെ വിറ്റാമിൻ ബി ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് നല്ലതാണ് നമ്മളുടെ ശരീരത്തിന്. ആദ്യം കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുക, പിന്നെ ചെമ്പാ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കുക, പിന്നെ വീണ്ടും ചെമ്പാ പുട്ടുപൊടി, പിന്നെ നാളികേരം ചിരവിയത്, അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ പുട്ട് നന്നായിട്ട് ആവി വരട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ആവി വരുന്ന നേരം കൊണ്ട് നമുക്കൊരു ചെറിയൊരു സാലഡ് ഉണ്ടാക്കാം.
ദേ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലോണം ആവി വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള പുട്ടാണ് കേട്ടോ. നമ്മുടെ ചെമ്പാ പുട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല ഗുണങ്ങളും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അവരൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ നമ്മളുടെ ചെമ്മീൻ പുട്ട്. എനിക്കിത് വളരെ സ്പെഷ്യലായൊരു വീഡിയോ ആണ്. ഇതെൻ്റെ ബ്രദർ ഖത്തറിൽ നിന്ന് എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ആണ്. ഇക്കയുടെ വൈഫ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പുട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കണം. അവരെല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ നമ്മളുടെ ചെമ്മീൻ പുട്ട്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.